ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു സ്പെഷ്യൽ തോരനാട്ടോ. അത് വേറെ ഒന്നുമല്ല, മത്തിമുട്ട വെച്ചുള്ള തോരനാണ്. എല്ലാവരും മത്തിമുട്ട വെച്ച് വറക്കുമല്ലേ ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് തോരൻ ഉണ്ടാക്കിയേക്കാന്നേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, കറിവേപ്പില, തേങ്ങ ചിരിക്കിയത്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചട്ടി ചൂടായി വന്നപ്പോഴേക്കും കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി വേണ്ടത് നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചെറിയ ഉള്ളിയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. കൂടുതൽ ചെറിയ ഉള്ളി ഇട്ടാൽ അതനുസരിച്ച് ടേസ്റ്റ് കൂടും. സവോളയേക്കാൾ ടേസ്റ്റ് കൂടുതലും ചെറിയ ഉള്ളി ഇടുന്നതാണ്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്നു വരണം. ഒരാഴ്ച മുന്നേ വരെ മത്തിക്ക് നല്ല വിലയായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഞാൻ മത്തി വാങ്ങിച്ചപ്പോൾ 360 രൂപയായി. ഇന്ന് മത്തി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ നേരെ പകുതിയായിട്ടോ, 180 രൂപയുള്ളൂ. മുട്ടയുള്ളത് കൊണ്ട് എല്ലാവരും മത്തി തന്നെയാണ് ഇപ്പോൾ വാങ്ങുന്നത്. അപ്പോൾ ഉള്ളി വഴന്നു വന്നപ്പോഴേക്കും അതിലേക്ക് തേങ്ങ ചിരികിയത് ഇട്ട് കൊടുത്തേ. കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് മുളക് പൊടി ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ ഉള്ളിയിലേക്കും സവോളയിലേക്കും ഒക്കെ ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് അങ്ങ് പിടിച്ചു വരത്തുള്ളൂ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മത്തിമുട്ട ഇട്ട് കൊടുക്കാവേ. ഇനി കുറച്ച് ഉപ്പും കൂടെ വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യമേ ഉപ്പിട്ടിരുന്നു. ഇനി വേണ്ടത് മത്തിമുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി ഇത് ഒരു കുറച്ച് നേരം മൂടി വെക്കണം. മൂടി വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ച് നമ്മളത് മൂടി വയ്ക്കുവാണേ. ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. മത്തിമുട്ട നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. എന്നാലേ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മുടെ പൊടികളുടെ, കുരുമുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ടേസ്റ്റ് അങ്ങ് പിടിച്ചു വരത്തുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ഉടച്ചും കൂടെ കൊടുക്കണം. മത്തിമുട്ട ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ഇഷ്ടമാണ്. വറക്കുകയും തോരൻ വയ്ക്കുകയും ഒക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതേ വീണ്ടും മൂടി തുറന്ന് ഞാൻ നന്നായിട്ട് ഇളക്കിയെടുക്കുവാണേ. ഈ സമയത്ത് കുരുമുളക് ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് എല്ലായിടത്തേക്കും പിടിച്ചൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനിയും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഒത്തിരി വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് വരുന്ന ഒരു ഐറ്റമാണ് മത്തിയുടെ മുട്ട. നല്ല ടേസ്റ്റുമാണ്. ചൂട് ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് എന്തൊരു ടേസ്റ്റാണോ. അപ്പോൾ നമ്മുടെ മത്തിമുട്ട തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.